ഹലോ കൂട്ടുകാരെ, ഇന്നിപ്പോൾ ഞങ്ങളൊരു ടൂറ് പോകണേ കേട്ടോ. ടൂറല്ല, ഇവിടെ അടുത്ത് നെല്ലാട് പാർക്കിൽ പോണതാട്ടോ. വീട്ടൂർ നെല്ലാട് പാർക്കിൽ പോവാട്ടോ. ഇതുവരെ ഞാൻ പോയിട്ടില്ല കേട്ടോ, എങ്ങും അങ്ങനെ ടൂറൊന്നും ഇങ്ങനെ പാർക്കിലോ അങ്ങനെ ഒന്നും പോകാറില്ല. അപ്പോൾ ഇതെൻ്റെ മോള് സ്കൂളിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നല്ല രസമേ, നമുക്കൊരു ദിവസം പോകാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിന്ധി ചേച്ചിയോട് പറഞ്ഞപ്പോൾ സിന്ധി ചേച്ചിയും റിച്ചിക്കുട്ടനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ റിച്ചിക്കുട്ടനും എൻ്റെ മക്കളും പിന്നെ അച്ചൂട്ടനും ഉണ്ടായിരുന്നു. പിന്നെ സിന്ധി ചേച്ചി ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി കേട്ടോ. കാണാനും ഉണ്ട് കേട്ടോ അത്യാവശ്യം. പിന്നെ തിരക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പോണ വഴി ചുമ്മാ നല്ല രസമുണ്ട് അവിടെ, നല്ല പാടങ്ങളും നല്ല ഒരു നാടൻ കാഴ്ചകളിലെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തെടുത്ത് പോയതാട്ടോ. പിന്നെ ഞാനിങ്ങനെ അധികം അങ്ങനെ പോവാത്തത് കാരണം ഇങ്ങനെയൊന്നും ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒരു രസം തോന്നി ഞാനങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ പോവുക. അവിടെ എത്താറായി. 6 മണി വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ 6 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് 4 മണിയായപ്പോഴത്തേക്ക് ഞങ്ങളവിടെ ചെന്നു. നല്ല രസമുണ്ട്, കുട്ടികളെ കൊണ്ടൊക്കെ പോകാനൊക്കെ നല്ല രസമായിട്ട്. നമ്മുടെ മൂവാറ്റുപുഴയിൽ ഇതുപോലെ ഒരു നല്ല ഭംഗിയുള്ള വേറെ ഇല്ല കേട്ടോ. അത്യാവശ്യം ലതാ പാർക്കിൻ്റെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അത്രയും ഇതൊന്നുമില്ല അവിടെ കാണാൻ. അപ്പോൾ അതേ ഞങ്ങളവിടെ കയറുവാണേ. അപ്പോൾ ഇതിനകത്താട്ടോ എൻ്റെ അനിയൻ 24 മണിക്കൂറും അതിനകത്തുനിന്ന് ഇറങ്ങിയതേ ഇല്ല. അങ്ങനെ ആ സ്ലൈഡിൽ നിന്ന് ഇറങ്ങിയതേ ഇല്ല. എപ്പോഴും അതിനകത്ത് കയറി തന്നെ കളിച്ചുകൊണ്ടിരിക്കുക. വേറെ ഒന്നിലും അവന് കയറണ്ട, അത് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അത് ഇപ്പം അവൻ വരും കേട്ടോ, അതിനകത്ത് ഇറങ്ങിയതിനെ വരും കേട്ടോ. ആയിക്കോട്ടോ. അതേ വന്നു അവനതേ അങ്ങനെ ഊർന്നിറങ്ങി താഴെ വന്ന് അതെ. അപ്പോൾ അവൻ അവിടെ പോയൊരു ഒരു ഊഞ്ഞാലാടുന്ന ഒരു ചേച്ചിനെ പിടിച്ചു കയറ്റി നിർത്താൻ പറഞ്ഞ് അവൻ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പിന്നെ അതിനകത്ത് തന്നെ കയറി പോവാ, കണ്ടില്ലേ. അപ്പം ഞാനും അവിടെ ഫുട്ബോൾ കളിക്കണതിനകത്ത് പോയി കളിച്ചു. അവളും അതെ അവൻ്റെ പുറകെ തന്നെ കയറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു കേട്ടോ. ഞാനും ഇവിടെ ഫസ്റ്റ് ടൈമാണ്, ഞങ്ങളുടെ ഇവിടെ ഉള്ളതാണേലും ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ്. അപ്പം അവൻ മര്യാദയ്ക്ക് ഇറങ്ങാനുള്ളതിന് തലയും കുത്തിയൊക്കെ നിന്നിട്ട് ഇറങ്ങണേ. ഞാൻ അവിടെ കണ്ടോ ആ ഉണങ്ങിപ്പോയ പുല്ലിൻ്റെ അവിടെ ചെറുതായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ, പോസ്റ്റൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെയായിട്ട് ഞങ്ങൾ കളിച്ചത്. അപ്പോൾ ഇവിടെ നല്ല രസമായിട്ടോ കളിക്കാൻ. ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഒരു കൊച്ചവിടെ ഇരുന്ന് ആടുക. ആ ഗ്രൗണ്ടിലുള്ള ഞാൻ കളിക്കണുണ്ടോ, അതാണ് ഞാൻ അവിടെ ഉള്ളത്. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് എടുത്തു എന്നുള്ളൂ ഇതൊക്കെ.
ഗായ്സ് ഇത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾക്ക് ഇച്ചിരി കൂടി കൂടുതൽ നേരം സമയം കിട്ടി കളിക്കാനായിട്ട്. 6:30 6:45 വരെ കിട്ടി. അപ്പോൾ അതേ ഞങ്ങൾ ഇറങ്ങി ആ ഓപ്പോസിറ്റ് നിൽക്കണായിട്ട് കാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എല്ലാ റൈഡിലും കയറി കളിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.